വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ബർഗർ ബന്നിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് ഓവനിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് ഫെർമെൻ്റായി വന്നു കഴിഞ്ഞാൽ നമുക്കിതെടുക്കാം. ഇളം ചൂടുവെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്റ്റീവ് ആവില്ല. ഇനി ഒരു 2-2.5 കപ്പോളം മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ബണ്ണാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അളവാണ് കേട്ടോ കാണിക്കുന്നത്. അതൊരു വലിയ സൈസ് ബണ്ണാണെങ്കിൽ നിങ്ങൾക്ക് 7 ബണ്ണ് വരെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ചെറിയ സൈസ് ബണ്ണാണെങ്കിൽ ഒരു 10-12 വരെ ഈ ഒരു അളവിൽ ഉണ്ടാക്കാം കേട്ടോ. അതിൻ്റെ കുറച്ച് വലിയ സൈസാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുട്ടയും കുറച്ച് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നമ്മളെപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ. ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടില്ല. നമ്മൾ പുറത്തെടുത്ത് വെച്ചതിന് ശേഷം ബട്ടർ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവൂലേ, സോഫ്റ്റ് ആയൊരു ബട്ടറാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബർഗർ ബൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് ബട്ടർ കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ബട്ടർ എന്തായാലും ചേർത്ത് കൊടുത്ത് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റും വെള്ളവും ഇല്ലേ, അതും ഇതിൽ ചേർത്ത് നമുക്ക് സോഫ്റ്റ് ഡോ ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്സ് റെസിപ്പീസൊക്കെ ചാനലിലുണ്ട്. കണ്ടു നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മളിത് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്കിതവിടെ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ല ചൂടുള്ള ക്ലൈമറ്റിലാണെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഞാനിത് അവനിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവനില്ലാത്തവരാണെങ്കിൽ നമുക്കിത് പ്രഷർ കുക്കറിലോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലൊരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് നമുക്ക് അതുപോലെയും നമുക്ക് ഈ ഒരു ബണ്ണ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അവനില്ലാത്തവർ നമ്മൾ നോർമലി കേക്കൊക്കെ ഉണ്ടാക്കലില്ലേ, അവനില്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ ഇത് ഒരു ട്രേയിൽ ഈ ബണ്ണ് ആക്കി വെച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. കുക്കറിലായാലും നോൺ സ്റ്റിക്ക് പാത്രത്തിലായാലും അവനിലായാലും നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ബണ്ണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിലാണ് നമ്മൾ ബോൾസ് ആക്കി എടുക്കുന്നത്. ഇതുപോലെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ എടുത്തതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ബണ്ണ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റായൊരു ബണ്ണിൻ്റെ ഷേപ്പ് കിട്ടാൻ. അങ്ങനെ നമ്മൾ ഈ ബോൾസ് മുഴുവനായും ഇതേപോലെ ബോൾസാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ഈ ബണ്ണ് ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 7 ബോൾസ് ആക്കിയിട്ടുണ്ട് ഈ ഒരു അളവിൽ മാവിൽ. അപ്പോൾ ഈ ഒരു സൈസിൽ ബോൾസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് ബേക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കുമ്പോൾ നോക്കാം, നമ്മൾ ബോൾസ് ആക്കിയ വലുപ്പത്തിലും ഡബിളായിട്ടാണ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് ഉണ്ടാവാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്യാം. ഈ ഒരു സമയം തന്നെ അവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 10 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ബണ്ണ് ഇവിടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ മേലയിൽ എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. മുട്ടന് പകരം പാൽ വെച്ചിട്ടും ഇതുപോലെ ബ്രഷ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഈ ബണ്ണിൻ്റെ മേലയിൽ ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലയിൽ എള്ളിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളുത്ത എള്ളുള്ളത് കൊണ്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ എല്ലാ ബണ്ണിൻ്റെ മേലിലും ഇതുപോലെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴേ കറക്റ്റായി ബർഗർ ബന്നാകുമ്പോൾ ഇതുപോലെ എള്ള് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും അതിട്ട് കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ബന്ന് വെച്ചിട്ടൊരു സ്നാക്ക് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ കാണണം. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറും കൂടി ചെയ്യാം.
അപ്പോൾ നമ്മൾ ബന്നിന് അവലിലേക്ക് വെക്കാൻ പോവാണ്. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത അവലിലേക്ക് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബന്ന് റെഡിയായി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിത് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നെടുത്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിവശമൊക്കെ കറക്റ്റായൊരു ബേക്കായി വന്നിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഈ ഒരു ബന്നു കൊണ്ട് നമ്മൾ നാളെ ഒരു റെസിപ്പി ആയിട്ട് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. നോമ്പിനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.